ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ചായക്ക് ഗ്രീൻ പീസ് എഗ്ഗ് മസാല ആക്കാൻ വിചാരിച്ചിട്ടോ. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് ആദ്യം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കേഴി കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും പാർന്നൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 2 വിസിലിനാണ് വേവിക്കാൻ വെച്ചത്. കാരണം കുറേ സമയം അതായത് 4-5 മണിക്കൂറൊക്കെ കുതിർക്കാൻ വെച്ചതിനെ കൊണ്ട് 2 വിസിലിൻ്റെ വേവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ 2 വിസിലിൻ്റെ വേവിനാണ് നല്ലൊരു പാകമായിട്ട് കിട്ടിയത് കേട്ടോ. കൂടുതൽ വിസിലിൽ വേവിച്ചാൽ വെന്തലിഞ്ഞു പോകും. പിന്നെ നമ്മുടെ ബാക്കി മസാലയൊക്കെ വരുമ്പോൾ അലിഞ്ഞ രീതിയിൽ നിന്നാൽ ഒരു കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഇല്ലാതായി തോന്നും. അപ്പം പട്ടാണി ഒന്നിങ്ങനെ കടിച്ച് തിന്നാനുള്ള അത്ര ഒരു ഇതിലല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ പെറുക്കി തിന്നാൻ കിട്ടുന്ന രീതിയിലായിരിക്കണം കേട്ടോ. നമ്മുടെ ആ എഗ്ഗിൻ്റെ കൂടെയൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് വേണ്ടിയത്. അപ്പോൾ തന്നെ വേവിച്ചെടുത്തൊരു പാകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് അങ്ങനെ കുറച്ച് സംഗതികൾ കേട്ടോ. പിന്നെ തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനത് ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നന്നായി ചൂടായിട്ട് കിട്ടും. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ ഒന്ന് സൈഡിലേക്ക് നിന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മൂത്തേക്കാവും. അപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നിട്ട് വേണം അടുത്ത് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിത് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ പിന്നെ ആദ്യമേ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് ഗ്രീൻ പീസ് ഇതുപോലെ എഗ്ഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, നമുക്കും കൂടി ഉണ്ടാക്കാനൊരു മൂഡ് വേണ്ടേ. അപ്പോൾ വല്ലാണ്ട് നിർബന്ധം പിടിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഒരു പെർഫെക്റ്റായിട്ട് തോന്നൂല കേട്ടോ. നമ്മളെ ഒരു ഇഷ്ടത്തിനും കൂടി അനുസരിച്ച് ഉണ്ടാക്കിയാലും അതിനൊരു എന്താ പറയുക ടേസ്റ്റ് കൂടുന്നൊക്കെ എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അടുത്ത സംഗതികൾ ചേർക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കൂടുതലായിട്ടും കഴിക്കുന്നത് ഇതൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നില്ല, കാരണം നമ്മൾ പട്ടാണിയിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടി, പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. പട്ടാണിയിൽ നമ്മൾ ഉപ്പിട്ടതിനെ കൊണ്ട് ഇതിൽ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ അതും കൂടി ഒന്ന് ആ കുത്തൽമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാട്ടോ. കുരുമുളക് പൊടി ഞാൻ 2-3 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഈ മസാലേൻ്റെ കൂടെ കുറച്ച് ഇട്ടിട്ട് പിന്നെ ലാസ്റ്റിലേക്ക് ഞാൻ കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുത്തതാട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് അരിക്കേക്കൊക്കെ നീക്കി കൊടുത്തിട്ട് നമ്മുടെ കോഴിമുട്ട ചിക്കിപ്പാരാൻ പോവാട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 6 കോഴിമുട്ടയാണ് എടുത്തത്. ഞങ്ങൾക്ക് ഇവിടെ മെമ്പേഴ്സും ഉണ്ട് കഴിക്കാനുള്ള. ഞാൻ അതിനനുസരിച്ചാണ് സാധനങ്ങളൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മുടെ ഒന്ന് ഇതായി വരണം കേട്ടോ, ഒരു മസാലയായിട്ട് തന്നെ വരണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ചിക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ കൂടിയാൽ ഇങ്ങനെ പറ്റി ഇതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കി ഇതാക്കണം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ചിക്കി എടുത്തതിന് ശേഷം കണ്ടോ, നന്നായി ചിക്കിയൊരു മസാല രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച നമ്മുടെ പട്ടാണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ആ പട്ടാണിയിലേക്ക് തട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് എടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി നന്നായിട്ട് പട്ടാണി ആ കോഴിമുട്ടേൻ്റെ എല്ലാം മിക്സ് എല്ലാം കൂടി ഒന്നായിട്ട് ചേരണം കേട്ടോ. ലാസ്റ്റ് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഏറ്റവും ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണ്ടേ, കാരണം അത് വെന്ത് പോവരുത്, നന്നായി വെന്ത് പോവരുത്. ജസ്റ്റ് ഒന്നൊന്ന് വാടുന്ന രീതിയിലായാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എഗ്ഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫൈനലായിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനോട്. പിന്നെ ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ വീഡിയോ എടുക്കാനായിട്ടാണ്. നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബായ്.